അതെ, ഞങ്ങൾ ഇന്ന് ബീച്ചിലോട്ട് പോവുകയാണ്. നിങ്ങളും കൂടിക്കോ. നമ്മൾ ഇന്ന് പോകുന്നത് അയർലൻഡിലെ വെക്സ്ഫോർഡിലുള്ള കരക്ലോ ബീച്ചിലോട്ടാണ്. ഐറിഷുകാർ ഇതിനെ വിളിക്കുന്നത് കാർക്ലോ ബീച്ച് എന്നാണ്. ഇത് കുറച്ചു നേരമായി പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ? ചൈൽഡ് സീറ്റ് ബെൽറ്റ്. ഇവിടുത്തെ ലോ അനുസരിച്ച് കുട്ടികൾ ചൈൽഡ് സീറ്റ് ഉപയോഗിക്കേണ്ടതാണ്. 150 സെന്റിമീറ്റർ ഹൈറ്റ് വരെയുള്ള കുട്ടികളാണ് ചൈൽഡ് സീറ്റ് ഉപയോഗിക്കേണ്ടത്. അതിൽ ബൂസ്റ്റർ സീറ്റും വരുന്നുണ്ട്. ഈ 150 സെന്റിമീറ്റർ എന്നെത്തുന്നല്ലേ? കുറച്ച് വർഷം എടുക്കും. ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത് ഒരു 12 years ഒക്കെ ആവുമ്പോൾ 150 സെന്റിമീറ്റർ എത്തുന്ന. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് 2 കാരണങ്ങളാണ് ഞങ്ങള് ബീച്ചിലോട്ട് പോവാൻ. ഒന്ന്, ഈ വെതർ, നല്ല വോം വെതറല്ലേ. പിന്നെ ഹസ്ബൻഡ് ഇന്ന് ഓഫാണ്. നിങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ ഡയലോഗ്? ആള് പുറത്തിറങ്ങാറില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ആ പോക്കാണ് ഈ കാണുന്നത്. ഇത്തു ഓൾറെഡി ടൂൾസ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചു നാളായി പറയുന്നു എനിക്ക് പോണം എന്ന്. അപ്പൊ ഞങ്ങൾ പോവാണ്. വെതർ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ വെതർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നല്ല വെയിലാണേ, പക്ഷെ നല്ല കാറ്റുക. ഏതാണ്ട് തണുത്ത കുളിര് കോരുന്ന കാറ്റ്. നമുക്ക് നോർമൽ വെയർ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇത് വെക്സ്ഫോർഡ് ടൗൺ ആണ്. ഒരു ബ്രിഡ്ജ് കടന്ന് ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് കരക്ലോ ബീച്ചിലോട്ട് എത്താം. ഇത് കരക്ലോ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. നല്ലൊരു ഗ്രാമീണത തോന്നില്ലേ? പൈസ ഒക്കെ ആയിട്ട് വേണം ഇവിടൊക്കെ ഒരു വീട് മേടിക്കാൻ. അതൊക്കെ സെറ്റാക്കാം. ഇപ്പൊ നമ്മള് അവിടെ എത്തി. ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം അതൊന്ന് ഉദ്ഘാടനം ചെയ്യണം, അതാണ് മെയിൻ കൺസേൺ. ഇപ്പൊ ഈ പോകുന്ന വഴിയിൽ ഞാൻ ശ്രദ്ധിച്ചത് അവർ വുഡിന്റെ എന്തോ വെച്ചിട്ടുണ്ട്. എനിക്കത് തോന്നുന്നത് ഈ മണല് പോവാണ്ടിരിക്കാനാണോ അതോ ഇനി കാല് ഡ്രൈ ആക്കാനോ എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ കരുതുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെ ലോറി വണ്ടികൾ നിറഞ്ഞിരുന്നേ. കാരണം ഇവിടുത്തെ മണല് ശ്രദ്ധിച്ചോ, ഭയങ്കര നൈസാന്നേ. നമ്മുടെ അവിടെ കിട്ടുന്ന മണലാണെങ്കിൽ നമ്മൾ അരിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇവിടെ എനിക്ക് തോന്നുന്നു അരിക്കേണ്ടൊന്നും വരില്ല എന്ന് തോന്നുന്നു. ഞാൻ അമ്മയ്ക്ക് ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ അമ്മ പറയാ അവിടെ പാമ്പുണ്ടാവുന്നു. ഇവിടെ പാമ്പില്ല കേട്ടോ. അയർലൻഡിൽ പാമ്പില്ല. നമ്മുടെ സെന്റ് പാട്രിക് ഇവിടെ പാമ്പിനെയൊക്കെ ഓടിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ ചോദിച്ചപ്പോ അവരൊന്നും ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഇനി പാമ്പെങ്ങാനും കടന്നു കൂടിയിട്ടുണ്ടോന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ വെള്ളത്തിൽ കൂടെയൊക്കെ പാമ്പിന് വന്നുകൂടെയെന്ന്. അറിയില്ല, ഇവിടെ ഇല്ലാന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. ഞാൻ എന്തായാലും വന്നിട്ട് കണ്ടിട്ടില്ല. ഇപ്രാവശ്യം വെള്ളത്തിൽ ഇറങ്ങണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അവളുടെ ടൂൾസ് ഉണ്ട്, അത് വെച്ച് കളിക്കാനാണ് നിന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പക്ഷെ വെള്ളം ഐസും കട്ട പോലെയായിരുന്നു. നല്ല ഭംഗിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ഈ ഒരു കാറ്റൊന്ന് കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നു. കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തു. ഈ സൺലൈറ്റില് ഫോട്ടോ എടുക്കാൻ നല്ല രസല്ലേ? എനിക്കിഷ്ടമായി. കുറെ നാളായി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട്. അപ്പൊ ഞാൻ എടുത്തു. ഈ സൺലൈറ്റില് ഫിൽറ്റർ ഒക്കെ എടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ? അതിനുശേഷം ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്ട്. ഈ പോണ വഴിക്ക് ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അപ്പൊ എന്തായാലും ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണം. ഞങ്ങൾ ഈ പാട്ടപ്പറക്കോള് പോണ പോലെയാണ് പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഇന്ന് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഒരു വാക്കിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അതിനുശേഷം കാറിൽ കയറിയിട്ട് വീണ്ടും ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ചേട്ടന്റെ ജാതി റോള് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോവാണേ. ബായ്.